നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പണി ഇന്ന് അനുമോൾ മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ബിഗ് ബോസിൻ്റെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് നമ്മുടെ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു മത്സരത്തിൽ കുറേ ആൾക്കാർക്ക് പണി കിട്ടിയിരുന്നു. ചിലർക്ക് ഉപ്പ് കഴിക്കാൻ പാടില്ല, ചിലർക്ക് കംപ്ലീറ്റ് ഷുഗർ കട്ട്, ചിലർക്ക് അതേപോലെ കിഴങ്ങിട്ട ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറേ പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോൾക്ക് കിട്ടിയൊരു പണി ദീപാവലി ടൈമിൽ കൊണ്ടുവരുന്ന സ്വീറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല, വീട്ടുകാർ കൊടുത്തുവിടുന്ന ഗിഫ്റ്റ് ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ ലാലേട്ടൻ വന്നപ്പോൾ ആ പണികൾ കംപ്ലീറ്റ് എടുത്തു മാറ്റി. അപ്പം ബാക്കിയുള്ള എല്ലാവരും ഓരോരോ പണികൾ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് ലാലേട്ടൻ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആ പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അനുമോൾക്ക് മാത്രം ഈ ദീപാവലി എന്നുള്ളത് ലാലേട്ടൻ വന്ന് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം അനുമോൾക്ക് അതുകൊണ്ട് ആ പണിയിൽ നിന്ന് അനുമോൾ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അനുമോൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ സ്പൈക്കുട്ടൻ വീടിനകത്തോട്ട് വരുന്നു. അപ്പം അനുമോളും ആര്യനും ഒക്കെ പോയിരുന്ന സ്പൈക്കുട്ടനോട് കാര്യം പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നൂറമോളും ചെല്ലുന്നുണ്ട്. അവരെല്ലാവരും കൂടെ നിന്ന് സ്പൈക്കുട്ടൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നു, കൈയൊക്കെ ഇങ്ങനെ കൂപ്പി കാണിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ദീപാവലിയുടെ സ്വീറ്റ്സ് വന്നു. നമ്മുടെ അനീഷേട്ടനാണ് കുറച്ചൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുന്നത്. അനീഷേട്ടൻ കറക്റ്റായിട്ട് ഈക്വലായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അനുമോളും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ദീപാവലിയുടെ അവരുടെ സ്വീറ്റ്സ് എല്ലാം കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര കൺട്രോൾഡാണ് എല്ലാവരും. അതായത് ഭയങ്കര പണ്ടത്തെ പോലെ അടിയും ബഹളം ഒന്നുമില്ല. എല്ലാവർക്കും ടെംപ്റ്റേഷൻ ഉണ്ട്, പക്ഷേ എല്ലാവരും ആ ഒരു അടിയും ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വീതിച്ച് കറക്റ്റായിട്ട് എടുക്കുന്ന രീതിയും ഒക്കെ കാണാൻ ഇപ്പം കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. നേരത്തെ പോലെ അടിയും ബഹളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അനുമോൾ സ്വീറ്റ്സ് എല്ലാം കഴിക്കുന്നുണ്ട്. അനുമോൾക്ക് ആ പണി ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെയാണ് അനുമോൾ ആ പണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ബാക്കി എല്ലാവർക്കും അവർക്ക് കൊടുത്ത പണികളെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.